ശ്രീ പൊടിപ്പാറ, താങ്കൾ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിലെ വളരെ കേരളവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ചർച്ചയിൽ നിൽക്കുന്ന വിഷയങ്ങളെക്കുറിച്ചുള്ള വളരെ സമഗ്രമായ, വളരെ ദീർഘമായ സർക്കാർ മറുപടികളാണ്, വിശദീകരണങ്ങളാണ് ജനങ്ങൾക്ക് മുമ്പാകെ മുഖ്യമന്ത്രി വെച്ചിട്ടുള്ളത്. അതിലാദ്യത്തേത് വയനാട് തന്നെ എടുക്കാം. അപ്പോൾ മുഖ്യമന്ത്രിയുടെ വാചകങ്ങളിലൂടെ എൻ്റെ ആമുഖത്തിലുമൊക്കെ വളരെ ദീർഘമായി അത് വന്നതുകൊണ്ട് ഞാനൊന്നും ആവർത്തിക്കുന്നില്ല. ഇത് വളരെ ഗൗരവമുള്ളൊരു പ്രശ്നമല്ലേ, ഗുരുതര സാഹചര്യമല്ലേ? ഒരു സ്റ്റേറ്റ് എന്ന നിലയിൽ നമ്മൾ ഇത്രയൊക്കെ ചെയ്തിട്ടും അതിനോട് ഒരു രൂപ പോലും കൊടുത്ത് സഹായിക്കാനുള്ള മനോഭാവമില്ലായ്മ അത് വളരെ പ്രകടമാണോ മോദി സർക്കാരിൽ? വിവേചനം അത് പകൽ പോലെ വ്യക്തമാണോ? തീർച്ചയായിട്ടും ശരത്തെ, അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എല്ലാ രാഷ്ട്രീയ മാറ്റിവെച്ചുകൊണ്ട് ചിന്തിച്ചാൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളം സമീപകാലത്ത് അല്ലെങ്കിൽ കണ്ട ഏറ്റവും വലിയ ദുരന്തമാണ് ചൂരൽമല മുണ്ടക്കൈ ദുരന്തം എന്ന് പറയുന്നത്. എത്രയോ മനുഷ്യരാണ് അവിടെ ജീവൻ ബലി കൊടുക്കേണ്ടി വന്നത്. എത്രയോ മനുഷ്യർക്കാണ് സകല ജീവനോപാധികളും നഷ്ടപ്പെട്ടത്. ഒരു നാട് മുഴുവൻ ഒറ്റക്കെട്ടായി ഒരു മനസ്സോടെ എത്രയോ ദിവസങ്ങൾ നടത്തിയ കഠിനാധ്വാനത്തിലൂടെയാണ് അവിടെ മരിച്ചുപോയ അല്ലെങ്കിൽ ജീവൻ നഷ്ടപ്പെട്ട മനുഷ്യരെ വീണ്ടെടുത്തത്. അവിടെ അവസരത്തിനൊത്ത് ആദ്യഘട്ടത്തിൽ കേന്ദ്രത്തിന്റെ സഹായങ്ങൾ കിട്ടിയില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സൈന്യം അവസരത്തിനൊത്ത് ഉയർന്ന് രംഗത്ത് വന്ന് വലിയ രീതിയിലുള്ള രക്ഷാപ്രവർത്തനം നടത്തി. അവിടെ നടന്ന പലതും മനുഷ്യ സാധ്യമായ വേഗത്തിൽ അവിടെ സൈന്യത്തിന്റെ ഭാഗത്ത് നടപടികളുണ്ടായി. അതുപോലെ തന്നെ വ്യോമസേനയുടെ സഹായം ലഭിച്ചു. അതുപോലെ അവരൊക്കെ നടത്തിയ പ്രശംസനീയമായ സേവനം ആ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ കേരളത്തിന്റെ പ്രതീക്ഷയ്ക്കത്ത് ഉയർന്ന കാര്യങ്ങളാണ് അവിടെ നടന്നത്. പക്ഷെ പിന്നീട് ഇങ്ങോട്ട് അവിടെ പ്രധാനമന്ത്രിയും വളരെ പെട്ടെന്ന് തന്നെ ആ ദുരന്ത മേഖലയിൽ സന്ദർശനം നടത്തി. അദ്ദേഹം പലരെയും ചേർത്ത് പിടിച്ചു, ആസ്പത്രികളിൽ പോയി കുട്ടികളെ ചേർത്ത് പിടിച്ചു, എല്ലാം നഷ്ടപ്പെട്ട മനുഷ്യർക്ക് വലിയ സാന്ത്വനമൊക്കെ കൊടുത്തു. പക്ഷേ അടിയന്തരമായി ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട്, നിങ്ങൾ അനാഥരല്ല, കേന്ദ്രം നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന് അദ്ദേഹം നൽകിയ ഉറപ്പും നമ്മൾ കണ്ടതാണ്. വളരെ എന്താ പറയുക, ഹൃദയസ്പർശിയായ കാഴ്ചകളാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായി നമ്മൾ കണ്ടത്. ഒരുപാട് പ്രതീക്ഷകളും ഉണ്ടായി. പെട്ടെന്ന് തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഈ മഹാദുരന്തത്തിന്റെ സമയത്ത് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് കേരളത്തിന്റെ ആവശ്യങ്ങളോട് അനുഭാവപൂർണമായ ഒരു പരിഗണന ഉണ്ടാവും എന്നെല്ലാം നമ്മൾ വിചാരിച്ചു. പക്ഷെ ഇപ്പോൾ 100 ദിവസം കഴിഞ്ഞു പ്രധാനമന്ത്രി വന്നു പോയിട്ട്. ഈ വലിയ ദുരന്തത്തിന് ഇതുവരെ എന്താ പറയാ, ധനസഹായം എന്നുള്ള നിലയ്ക്ക് സാങ്കേതികമായിട്ട് NDRF എന്നും SDRF എന്നൊക്കെ പറഞ്ഞ് ഏതാണ്ട് 290 കോടി രൂപ അനുവദിച്ചു എന്ന് പറയുന്നതല്ലാതെ അതിനകത്തെ അങ്ങനെ ഈ രീതിയിലുള്ള ധനസഹായത്തിന് അത് വിനിയോഗിക്കുന്നതിൽ ഒരുപാട് ചരടുകളുമുണ്ട്. ഞാൻ അതിന്റെ സാങ്കേതികതയിലേക്കൊന്നും കടക്കുന്നില്ല, കാരണം അത് ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ്. യഥാർത്ഥത്തിലുള്ള പ്രശ്നം എന്താണ്? അതായത് മറ്റു പല സംസ്ഥാനങ്ങൾക്കും, ഇപ്പൊ തമിഴ്നാടിന് ഏറ്റവും ഒടുവിൽ 800 കോടിയിലധികം കൊടുത്തു. വരാനിരിക്കുന്ന ഒരു ദുരന്തത്തിന്റെ മുന്നോടിയായിട്ട് ബീഹാറിന് 11,000 കോടിയിലധികം പാക്കേജ് പ്രഖ്യാപിച്ചു. ആന്ധ്രാപ്രദേശിന് 4,000 കോടിയുടെ അടുത്ത് പ്രഖ്യാപിച്ചു. സിക്കിമിന്, ത്രിപുരയ്ക്ക്, ഹിമാചൽ പ്രദേശിന് എല്ലാം ഈ സാങ്കേതികത്വം എല്ലാം മാറ്റിവെച്ച് ഈ എന്താ പറയാ പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അസസ്മെന്റിന്റെ അത്തരം സാങ്കേതികത്തെ ഒക്കെ അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഈ ദുരന്തത്തിന്റെ വ്യാപ്തി കണക്കിലെടുത്ത് വലിയ സഹായങ്ങൾ കൊടുത്തു. പക്ഷെ കേരളത്തിന് യഥാർത്ഥത്തിൽ ധനസഹായം എന്നുള്ള നിലയ്ക്ക്, ദുരന്ത നിവാരണ ധനസഹായം എന്നുള്ള നിലയ്ക്ക് കാൽ പൈസ പോലും തന്നിട്ടില്ല എന്നതൊരു വസ്തുതയാണ്. തന്നതെല്ലാം സാങ്കേതിക കുരുക്കിൽ NDRFും SDRFും ഒക്കെ ആയിട്ടാണ് തന്നിരിക്കുന്നത്. അത് വിനിയോഗിക്കാൻ വലിയ സാങ്കേതിക തടസ്സങ്ങളുണ്ട്. അതിനിടയ്ക്ക് കോടതിയിൽ കാര്യങ്ങൾ പോകുന്നു, കേരളത്തിന്റെ വീഴ്ച സംഭവിച്ചു എന്ന രീതിയിലുള്ള ആരോപണങ്ങൾ വരുന്നു. ഇന്ന് പക്ഷെ പല ആരോപണങ്ങൾക്കും ഇതുവരെ ഉയർന്നു വന്നിട്ടുള്ള പല ആരോപണങ്ങൾക്കും ഒരു ക്ലാരിറ്റി നൽകാൻ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിന് കഴിഞ്ഞു എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത് കോടതിയിൽ കൊടുക്കാൻ പരാജയപ്പെട്ടു എന്ന് പറയുന്ന കണക്കെന്ന് മുഖ്യമന്ത്രി കൃത്യമായിട്ട് പറഞ്ഞു. SDRFിൽ എത്ര ഫണ്ട് ഉണ്ട്? 588.88 കോടിയുടെ ഫണ്ട് ഉണ്ട് എന്ന് പറഞ്ഞു. ഇവിടെ പ്രശ്നം എന്താണ്? കേരളം വലിയ വിവേചനങ്ങൾ അനുഭവിക്കുന്നു. മറ്റ് സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്ന പരിഗണന അത്രത്തോളം ഇല്ലെങ്കിലും കേരളം നേരിടുന്ന യഥാർത്ഥ ദുരന്തത്തിന്റെ ഒരു വ്യാപ്തി പരിഗണിച്ച് പ്രധാനമന്ത്രി നേരിട്ടും ആകാശമാർഗവും ഒക്കെ കണ്ട് ബോധ്യപ്പെട്ട കാര്യങ്ങൾ, അദ്ദേഹത്തിന്റെ പോലും കണ്ണ് നനഞ്ഞു പോയ അവസരങ്ങൾ, ആ കുഞ്ഞിനെയൊക്കെ ചേർത്ത് പിടിക്കുന്ന അവിടെ വേദനിച്ച് കഴിയുന്ന സ്ത്രീകളുമായിട്ട് സംസാരിക്കുമ്പോൾ, ദുരന്ത ബാധിതരുമായിട്ട് സംസാരിക്കുമ്പോഴൊക്കെ അദ്ദേഹം പ്രകടിപ്പിച്ച ആ അനുഭാവം, അദ്ദേഹത്തിന്റെ കണ്ണുകളിലും മുഖത്തും ഒക്കെ ചെയ്ത ആ ഭാവങ്ങളൊക്കെ നമുക്ക് ഒരുപാട് പ്രതീക്ഷ തന്നതാണ്. പക്ഷേ ഇതുവരെ ഒരു സഹായവും തന്നിട്ടില്ല. അമിത്ഷാ ആകട്ടെ ആദ്യം മുതൽ തൊടിഞ്ഞായാണ് പറയുന്നത്. വലിയ ദുരന്ത മുന്നറിയിപ്പ് കൊടുത്തിരുന്നു, പക്ഷെ കേരളം അത് ചെവിക്കൊണ്ടില്ല. അതുകൊണ്ടാണ് ഈ ദുരന്തം ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടായത്. ഏറ്റവും ഒടുവിൽ അദ്ദേഹം പറയുന്നു കേരളം കൃത്യമായിട്ട്
കൃത്യമായിട്ട് മെമ്മോറാണ്ടം കൊടുത്തു. പക്ഷേ മാനദണ്ഡങ്ങൾ അനുസരിച്ചുള്ള ആ ഒരു കണക്ക് കൊടുത്തില്ല. അതുകൊണ്ടാണ് അത് ഏറ്റവും ഒടുവിൽ ഈ പറഞ്ഞ നവംബർ 17-ാം തീയതി മാത്രമാണ് അത് കൊടുത്തത്. അതുകൊണ്ടാണ് ഈ 2200 കോടി രൂപയുടെ സഹായ അഭ്യർത്ഥന കേന്ദ്രത്തിന് പരിഗണിക്കാൻ കഴിയാത്തത് എന്ന രീതിയിലുള്ള ന്യായങ്ങളൊക്കെയാണ് നിരത്തുന്നത്. പക്ഷേ ഇതുപോലൊരു സന്ദർഭത്തിൽ കേരളം കണ്ട എക്കാലത്തെയും വലിയൊരു മഹാദുരന്തത്തില് ആയിരക്കണക്കിന് ആളുകൾ കെടുതി അനുഭവിക്കുമ്പോൾ വീടും ജീവനാവാദികളും നഷ്ടപ്പെട്ട്, ഉറ്റവരെ നഷ്ടപ്പെട്ട്, ഉടയവരെ നഷ്ടപ്പെട്ട്, സകലതും നഷ്ടപ്പെട്ട് വാടക വീടുകളിൽ അന്തിയുറങ്ങുമ്പോൾ ആ മനുഷ്യർക്ക് ജീവിക്കണ്ടേ? അവരെ പുനരധിവസിപ്പിക്കാൻ, അവർക്കൊരു ജീവിതം തിരിച്ചു നൽകാൻ കേരളത്തിന് മാത്രം കഴിയാത്തൊരു സാഹചര്യത്തിൽ കേന്ദ്രം കുറച്ചുകൂടി അനുഭാവപൂർണമായ, കുറച്ചുകൂടിയല്ല തീർച്ചയായിട്ടും ന്യായമായ അനുഭാവം കാണിക്കേണ്ടതല്ലേ? മറ്റ് ശരി. സംസ്ഥാനങ്ങൾക്ക് ചോദിക്കാതെ തന്നെ വാരിക്കോരി കൊടുക്കുമ്പോൾ കേരളത്തോട് യെസ്, മാത്രം എന്തേ ഈ ഒരു ചിറ്റമ്മ നയം, ഇപ്പോ എന്തേ ഈ വിവേചനം എന്ന ചോദ്യത്തിന് വലിയ പ്രസക്തി ഉണ്ട് എന്ന് ശരി, തന്നെയാണ് ഞാൻ ശരി. കരുതുന്നത്. ഏതായാലും ഇവിടെ സാങ്കേതികത്വമല്ല. ശരി സർ, ഞാൻ വരാം. അതായത് ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ സമഗ്രമായി തന്നെ അതിൽ ആളുകളുടെ മനസ്സിലെ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കുമൊക്കെ വളരെ കാര്യമായി തന്നെ മുഖ്യമന്ത്രിക്ക് വിശദീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന വാർത്താ സമ്മേളനത്തെ വിലയിരുത്തിക്കൊണ്ട് ശ്രീ പൊടിപ്പാറ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. വളരെ സമഗ്രമായി തന്നെ വയനാടുമായി ബന്ധപ്പെട്ട് എങ്ങനെ മലയാളി ഇതിൽ നമ്മൾ ഒരു നാട് വിവേചനം അനുഭവിക്കുന്നു എന്നുള്ളത് അക്കമിട്ട് അദ്ദേഹം നിരത്തി സംസാരിച്ചു വെച്ചു. അതിലേറ്റവും ശ്രദ്ധേയമായത് മുഖ്യമന്ത്രി പറഞ്ഞതിലും ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ വലിയൊരു ആ ദുരന്തത്തെ തുടർന്ന് നമുക്കൊരു സഹായമായി, പ്രത്യേക സാമ്പത്തിക സഹായമായി പാക്കേജായി 2212 കോടി ചോദിക്കുന്നു. അടിയന്തര സഹായമായി അന്ന് തന്നെ 1000-ൽ പരം കോടി രൂപ ചോദിക്കുന്നു. ഇതെല്ലാം സംഭവിച്ചിട്ടും ഒരു രൂപ പോലും ആ ഇനത്തിൽ തന്നിട്ടില്ല. പക്ഷേ രസകരമാണ് മറ്റ് സംസ്ഥാനങ്ങളോടുള്ള കരുതൽ എന്ന് പറയുന്നത്, അത് വേണ്ടത് തന്നെയാണ്. പക്ഷേ ഇപ്പോൾ ത്രിപുരയ്ക്ക് 40 കോടി, തെലങ്കാനയ്ക്കും ആന്ധ്രാപ്രദേശിനും കൂടി 3448 കോടി, ഉത്തരാഖണ്ഡിന് മുൻകരുതലായി കോടികൾ, ബീഹാറിന് മുൻകരുതലാണ്, ഒരു ദുരന്തം ഉണ്ടായിട്ടില്ല പക്ഷേ ഉണ്ടായാൽ നേരിടാൻ കണക്കാക്കി 11,000 കോടി കൊടുക്കുന്നു. അപ്പോഴാണ് ഇതൊക്കെ സംഭവിച്ച 500-ൽ പരം മനുഷ്യരെ നഷ്ടപ്പെട്ട ഈ ദുരന്തത്തിൽ ഇതിനെ L3 അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കുന്നില്ല. എല്ലാം നഷ്ടപ്പെട്ട മനുഷ്യരുടെ വായ്പകൾ എഴുതിത്തള്ളണം, ഭവന വായ്പകൾ, വാഹന വായ്പകൾ, ഇതിന് കേന്ദ്രമാണ് നിലപാടെടുക്കേണ്ടത്. അത് തീരുമാനിക്കുന്നില്ല. അതുപോലെ തന്നെ സ്പെഷ്യൽ അസിസ്റ്റൻസ്, ഇതാണ് നമ്മൾ ആദ്യം കൊടുത്ത്, ഇത് മൂന്നും സംഭവിക്കുന്നില്ല. നവംബർ 13 കൊടുത്ത അടിസ്ഥാനപരമായ അവസാനത്തിൽ ഇപ്പോൾ അമിത്ഷാ പറഞ്ഞത് വെച്ചുള്ള PDNA, ഈ പറഞ്ഞ പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ്സ് അസസ്മെൻറ്റ് റിപ്പോർട്ട് പ്രകാരം നവംബർ 90 ദിവസത്തിനകം കൊടുക്കണം എന്നുള്ളതാണ്. അതനുസരിച്ച് കൊടുത്തിട്ടും തീരുമാനം ഉണ്ടാകുന്നില്ല. മാത്രമല്ല രസകരമായ കാര്യം, ഈ ദുരന്തം സംഭവിക്കുമ്പോൾ രാജ്യത്ത് ഒരു മാനദണ്ഡമായി PDNA ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഈ അസിസ്റ്റൻസ് നൽകുന്നതിന്, പാക്കേജ് നൽകുന്നതിന് PDNA എന്ന് പറയുന്ന ഒരു സമ്പ്രദായം നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ഉണ്ടായിരുന്നില്ല. അത് ചുമത്തിയതിന് ശേഷം 90 ദിവസത്തിനകം അത് സമർപ്പിച്ച സംസ്ഥാനത്തിൻ്റെ പേരാണ് കേരളം. 3 മാസത്തിനപ്പുറമാണ് പണം വാങ്ങിയ ശേഷം മറ്റ് സംസ്ഥാനങ്ങൾ PDNA കൊടുത്തിട്ടുള്ളത്. അപ്പോഴാണ് കേരളത്തോട് ഈ തരമുള്ള പെരുമാറ്റം ഉണ്ടാകുന്നത്. പറയാതെ എന്തു ചെയ്യും?